എന്തുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്തുകാരൻ DGP ആയിക്കൂടാ കേരളത്തിൻ്റെ? അപ്പം ഈ ഒരു ടൈറ്റിൽ വന്ന ഒരു ഷോർട്സ് വീഡിയോ യൂട്യൂബിൽ അത് കണ്ടിട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന കണ്ടൻറ്റ് ഇതാണ്. മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേര് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലോട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് DGP ആകുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിനെതിരെ അദ്ദേഹം DGP ആകുന്നതിനെതിരെ ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ കൊടുത്തു. അപ്പോൾ അതെന്തായാലും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത ആ ഹർജിയിൽ ഉള്ള കണ്ടൻറ്റിലൊന്നും വലിയ കഴമ്പൊന്നുമില്ലാത്ത രീതിയിൽ അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം വളരെ അഴിമതി നിറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, മനോജ് എബ്രഹാം ഒരു സുവിശേഷകനാണ്. അപ്പോൾ ഇച്ചിരി കൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിട്ട് അതിൽ ആ വീഡിയോ കണ്ട കാര്യം കേട്ടോ, ഒരു പൊതുശല്യം, സമൂഹത്തിൽ പൊതുശല്യമായി തീർന്നിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസിൻ്റെ ഒരു പ്രചാരകനും കൂടെയാണ്, സുവിശേഷകനാണ് മനോജ് എബ്രഹാം. ഒരു പൊതുശല്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ പെന്തക്കോസ്തുകാർ ഭയങ്കര സൗണ്ടിൽ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ ഇറിറ്റേഷനായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നു. ഇതാണ് ആ ഒരു പൊതു ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്നാണ് ആ ഒരു വീഡിയോയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പെന്തക്കോസുകാരുടെ കാര്യം മാത്രം എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു മതം നമ്മുടെ കേരളത്തിൽ ഈ പെന്തക്കോസ് മാത്രമല്ലല്ലോ, ഈ ബാക്കിയുള്ള എല്ലാത്തിനെയും ഒന്ന് നമ്മൾ നോക്കണ്ടേ. ഇപ്പോൾ നമ്മളൊരു ഉത്സവം നടക്കുന്നു, ഒരു പള്ളിപ്പെരുന്നാൾ നടക്കുന്നു, അതേപോലെയുള്ള മറ്റ് രാഷ്ട്രീയ പരിപാടികൾ, രാഷ്ട്രീയക്കാരുടെ പരിപാടികളൊക്കെ നടക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, എന്തിനെ കല്യാണങ്ങൾ വരെ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു പൊതു റോഡിലോട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. മണിക്കൂറുകളോളം വണ്ടികൾ തടഞ്ഞ് ഇടേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റോഡ് തടഞ്ഞിട്ട് 10 കിലോമീറ്റർ 20 കിലോമീറ്റർ മാറി പോകേണ്ട അവസ്ഥ. ഇങ്ങനെയുള്ള പല മതങ്ങളും അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ പൊതു റോഡിലോട്ട് ഇറങ്ങി എന്തൊക്കെ കോപ്രായങ്ങൾ നടത്തുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പൊതു ഹർജി ഇങ്ങനെ കൊടുക്കാനുള്ള പല കാര്യങ്ങളും ഇവിടെ ഉള്ള സ്ഥിതിക്ക്, അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആ ഒരു മാധ്യമപ്രവർത്തനം കൊടുക്കാനുള്ള ഒരു കാര്യം, പെന്തക്കോസുകാരനെ ഏതെങ്കിലും ഒരു റൂമിൽ നിന്ന് ഇച്ചിരി ഒച്ചയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇറിറ്റേഷൻ ചെയ്ത ഒരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മളിങ്ങനെ ഒരു ഹർജിയൊക്കെ ഈ മാധ്യമപ്രവർത്തകർ കൊടുക്കുന്നതിന് മുമ്പ് സോഷ്യൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, അവിടെ എന്താണ് സംഭവിക്കുന്നത്, മതങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. ഈ കൂടുതൽ പറയാനുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ കൂടുതലായിട്ടുള്ള ടോപ്പിക്കൊക്കെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം.